ഞാനൊന്നിനും കൊള്ളാത്തവനാണ്, എനിക്കൊരൊട്ടും ഭാഗ്യമില്ലാത്തവനാണ്, എൻ്റെ തലവരയെ ശരിയില്ലാത്തവനാണെന്നിങ്ങനെ മനസ്സിൻ്റെ അകത്തളത്തിൽ നിന്ന് വിതുമ്പി ഇങ്ങനെ വരുന്ന സമയത്ത് വെള്ളത്താടിക്കാരനായിട്ടുള്ള ഗാനഗന്ധർവന്റെ മുഖമൊന്നെടുത്തുകൊണ്ട് നോക്കണം പ്രിയപ്പെട്ട യേശുദാസ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആകാശവാണി എന്ന റേഡിയോ അദ്ദേഹത്തിന്റെ ശബ്ദം പോരെന്ന് പറഞ്ഞുകൊണ്ട് തിരസ്കരിക്കുന്ന സമയത്ത് വളരെ വിഷമത്തോടു കൂടിയാവും ആ മനുഷ്യനും അന്ന് ആ പടി ഇറങ്ങി പോയിട്ടുണ്ടാവുക. എന്നാൽ പതിറ്റാണ്ടുകൾക്കിപ്പുറവും മലയാള മണ്ണിൽ അസ്തമിക്കാത്ത ഗാനഗന്ധർവനാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ദൈവം ഇന്നും നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രയത്നത്തിന്റെ ഫലമായി നൽകിയതാണ് ആ ഭാഗ്യം. ഒരിക്കലും ഭാഗ്യം എന്നത് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ വന്നു ചേരുന്നതല്ല, നമ്മുടെ പ്രയത്നം കൊണ്ടുവരുന്നതാണ് പൊന്നെ. അതുകൊണ്ട് തന്നെ മാണിക്കക്കല്ല് തളരരുത്. ഒരു നിലക്കും നമ്മൾ തോറ്റുപോകും എന്നൊരു ചിന്ത നമ്മിൽ വരാനേ പാടില്ല. ദൈവത്തിനെ വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത് നിന്റെ ഇഷ്ടം. പക്ഷെ നിന്റെ പ്രതീക്ഷ, നിന്റെ കഴിവിനെ നീ ഒരിക്കലും ഇല്ലായ്മ ചെയ്യരുത്. ഞാൻ നിന്നെ എപ്പോഴും വിളിക്കുന്നൊരു പേരാ മാണിക്കക്കല്ല്. എന്തേ മാണിക്കക്കല്ല് എന്ന് പറഞ്ഞാൽ അറിയോ? ഭൂമിയിൽ നിന്നുള്ള അതിയായ മർദ്ദം ഏറ്റുവാങ്ങി അതിതീക്ഷ്ണമായ ചൂടിൽ നിന്ന് ആ ലോഹമുണ്ടായി. ആ ലോഹത്തിനെ അതല്ലെങ്കിൽ ആ കല്ലിനെ പുറത്തെടുത്തുകൊണ്ട് ചെത്തി മിനുക്കി പുറത്തേട്ടെടുക്കുന്ന സമയത്ത് ചുവപ്പ് കളറിലായി. അതിനെ ലോകം പേരിട്ട് റുബി എന്ന്, മലയാളത്തിൽ അതിനെ വിളിക്കുന്നു മാണിക്കക്കല്ല് എന്ന്. അത്രയും മർദ്ദമേറ്റ, അത്രയും ചൂടേറ്റ ആ കല്ലിന്റെ പേരാണ് മാണിക്കക്കല്ല്. അതുപോലൊരു മാണിക്കക്കല്ലാണ് പൊന്നെ നീയും. അത്രയേറെ പ്രയാസങ്ങൾ അനുഭവിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നിന്നെ അല്ലാതെ വേറെ ആരെ പൊന്നെ ഇവിടെ മാണിക്കക്കല്ല്. അതുകൊണ്ട് ഈ വിജയിക്കും പൊന്നെ. പരിശ്രമിച്ച് വിജയിക്കുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട. നിന്റെ കണ്ണീരിന്, നിന്റെ പ്രയത്നത്തിന് പടച്ചോന് മറുപടി തരും പൊന്നെ. ആ വിശ്വാസത്തിൽ അങ്ങ് പ്രയത്നിച്ചു നോക്ക്, വിജയിക്കുക തന്നെ ചെയ്യും. ഓൾ ദി ബെസ്റ്റ്.